നമ്മളിൽ സിനിമ കാണുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ് പുകവലി ശ്വാസകോശത്തെ ഒരു ടാറിൽ വീണ സ്പോഞ്ച് പോലെയാക്കി മാറ്റുമെന്നുള്ളത്. എന്നാൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പുകവലിക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ മതിയാകും. അവരുടെ ചർമ്മം, അവരുടെ തൊലി വളരെ വരണ്ടതും തിളക്കമില്ലാത്തതുമായി മാറിയിട്ടുണ്ടാകും. അവർക്ക് കണ്ണിന് ചുറ്റും റിങ്കിൾസ്, ചുണ്ടിന് ചുറ്റും ഒരുപാട് റിങ്കിൾസ്, അതായത് കുറെ ചുളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അകാല നര, മുടി കൊഴിച്ചിൽ, കണ്ണിന് തിളക്കക്കുറവ്, പല്ലിൽ കറ, വായനാറ്റം, ചുമ, കഫക്കെട്ട് എന്നീ ബുദ്ധിമുട്ടുകൾ. ഇത് മാത്രമല്ല, അവരുടെ കൈത്തടങ്ങളിലും നഖങ്ങളിലും മഞ്ഞ നിറം കാണാനുമായിട്ട് സാധിക്കും. അതായത് രക്തയോട്ടം കുറഞ്ഞതുപോലെ ഉള്ളൊരു മഞ്ഞ നിറം കാണുവാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണുമ്പോൾ അവർക്കുള്ളതിനേക്കാൾ പ്രായം കൂടുതലായി തോന്നുന്ന അവസ്ഥ. ഇത്തരം മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. ഇവയെല്ലാം വെറുതെ ഉണ്ടാകുന്നതാണോ? ഒരിക്കലുമല്ല. പുകവലി അവരുടെ ശരീരത്തിൽ നല്ലതല്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പുകവലിക്കുമ്പോൾ നിക്കോട്ടിൻ മാത്രമല്ല, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ സയനൈഡ്, ബെൻസീൻ മുതലായ മാരക വിഷവസ്തുക്കളും പുകയോടൊപ്പം ശരീരത്തിനകത്തേക്ക് കയറുന്നുണ്ട്. ഇവ ശ്വാസകോശത്തെ തകരാറിലാക്കുക മാത്രമല്ല, രക്തക്കുഴലുകളുടെ ഘടന നശിപ്പിക്കുകയും രക്തത്തിന് പോഷകങ്ങളെ വഹിക്കുവാനുള്ള ഒരു ശേഷി ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ശരീരപോഷണം ശരിയായ തോതിൽ നടക്കാത്തത് കൊണ്ടാണ് പുകവലിക്കാർക്ക് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഇനി പുകവലിക്കാരിലെ ലൈംഗികാരോഗ്യത്തെ പ്രത്യേകം എടുത്തു നോക്കുകയാണെങ്കിൽ, ശരീരപോഷണം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടും വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുന്നതുകൊണ്ടും ഇവർക്ക് അണ്ഡവും ബീജവും വ്യാപകമായ തോതിൽ നശിപ്പിക്കപ്പെടുന്നുണ്ട്. അഥവാ ഇവ ഉണ്ടായാൽ തന്നെ ശരിയായ ആകൃതിയിലായിരിക്കില്ല അണ്ഡവും ബീജവും രൂപപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അണ്ഡങ്ങളും ബീജങ്ങളും ഒരിക്കലും ഒരു നല്ല ഗർഭോത്പാദനത്തിന് യോഗ്യമായിക്കൊള്ളണമെന്നില്ല. ഇനി പുകവലിക്കുന്ന പുരുഷന്മാരുടെ ലൈംഗികാരോഗ്യം നമുക്ക് പ്രത്യേകം എടുത്തു നോക്കാം. രക്തയോട്ടം ശരിയായ തോതിൽ നടക്കാത്തതുകൊണ്ട് പുകവലിക്കുന്ന പുരുഷന്മാരിൽ ഉദ്ധാരണശേഷി കുറവ്, ശീഘ്രസ്ഖലനം എന്നീ ബുദ്ധിമുട്ടുകൾ സാധാരണമാണ്. വെരിക്കോസീൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. വൃഷണസഞ്ചികളിലെ രക്തക്കുഴലുകൾക്ക് വീക്കം വരുന്ന ഒരു അവസ്ഥയാണിത്. ഈ വെരിക്കോസീലാണ് പുരുഷവന്ധ്യതയ്ക്കുള്ള ഒരു പ്രധാന കാരണം. പുകവലിക്കുന്ന പുരുഷന്മാർക്ക് വെരിക്കോസീൽ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുകവലി അവരുടെ രക്തസമ്മർദ്ദം കൂട്ടുന്നതിനും രക്തസ്രാവത്തിനും കാരണമാകുന്നുണ്ട്. ഇനി ഗർഭിണിയായിരിക്കെ ആണ് അമ്മ പുകവലിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അച്ഛന്റെ പുകവലി ശീലം മൂലം ഒരു പാസീവ് സ്മോക്കിങ്ങിന് വിധേയമാകപ്പെടുന്നുണ്ടെങ്കിൽ അത് കുട്ടിയെ ആയിരിക്കും കൂടുതൽ ബാധിക്കുന്നത്. കുട്ടികൾക്ക് മുറിച്ചുണ്ട്, ബുദ്ധിമാന്യം, വളർച്ചക്കുറവ് എന്നിവ ഉണ്ടാകുന്നതിനും അബോർഷനും വരെ ഈ ഒരു പുകവലി ശീലം കാരണമായേക്കാം. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം പുകവലിക്കുന്നവരിൽ വന്ധ്യതയ്ക്കുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയാണ്. മാത്രമല്ല, പുകവലി ശീലമുള്ളവർ ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ശ്രമിച്ചിട്ട് നടക്കാതെ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ അവർ കൂടുതൽ സങ്കീർണങ്ങളായ IUI, IVF മുതലായ അസിസ്റ്റീവ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഇവയിലേക്ക് വിധേയമാകപ്പെടാറുണ്ട്. എന്നാൽ പുകവലി ശീലത്തോടു കൂടി തന്നെ ഇവർ അവരുടെ അണ്ഡങ്ങളും ബീജങ്ങളും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനുള്ള ഒരു സക്സസ് റേറ്റ്, അതായത് കുട്ടി ഉണ്ടാകുവാനുള്ള സാധ്യത അപ്പോഴും കുറവ് തന്നെയാണ്. അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് പുകവലി എന്നൊരു ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്.